ഹായ് ഓൾ, ഇന്ന് നമുക്ക് ബയോഫാർമസ്യൂട്ടിക്സിലെ ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഇസ് ബയോട്രാൻസ്ഫോർമേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഡ്രഗ് കഴിച്ചാൽ ഫസ്റ്റ് അതിന് എന്താ സംഭവിക്കുക? ദേ വിൽ ബി ഗെറ്റ് അബ്സോർബ്ഡ്, അല്ലെ? അബ്സോർബ് ചെയ്യും, പിന്നെ അത് ബോഡിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് മെറ്റബോളിസം നടക്കും, ആൻഡ് അവസാനമായിട്ട് എക്സ്ക്രീഷൻ നടക്കും. ഇതല്ലേ സംഭവിക്കുക? അപ്പൊ ഇതിലെ നമ്മള് തേർഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള ബയോ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം എന്താണ് മെറ്റബോളിസം അല്ലെങ്കിൽ ബയോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാല്? ഒരു ഡ്രഗ് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ബയോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. സോ വൺ ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ബയോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. അപ്പൊ എന്തിനാണ് ഈ ഒരു കൺവേർഷന്റെ ആവശ്യം? എന്തിനാണ്? അതായത് നമ്മളുടെ ഡ്രഗ് എന്ന് പറഞ്ഞാൽ ലിപ്പോഫിലിക് നേച്ചർ ആയിരിക്കും. ഓക്കെ, ലിപ്പോഫിലിക് നേച്ചർ ആയിട്ടുള്ള ഡ്രഗ് നമുക്ക് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകണം. നിങ്ങൾ ആലോചിക്കുക, യൂറിൻ എന്താണ്? വാട്ടറി അല്ലേ? അപ്പൊ അത് ഹൈഡ്രോഫിലിക് ആയിരിക്കും, അല്ലെ? അങ്ങനെ ആലോചിക്കുക. സോ വാട്ടറി ആയിട്ടുള്ള യൂറിനിലൂടെ നമ്മൾ ഡ്രഗ് പോണെങ്കിൽ ആ ഡ്രഗ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഹൈഡ്രോഫിലിക് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെ? അപ്പൊ നമ്മൾ ലിപ്പോഫിലിക് ആയിട്ടുള്ള ഡ്രഗിനെ ഹൈഡ്രോഫിലിക് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത് ബയോ ട്രാൻസ്ഫോർമേഷനിൽ. ഓക്കെ, ലിപ്പോഫിലിക് ഡ്രഗ് ഇസ് കൺവേർട്ടഡ് ടു ഹൈഡ്രോഫിലിക്. ഇതിന് വേണ്ടിയിട്ടാണ് ബയോ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. ലിപ്പോഫിലിക് ആയ ഡ്രഗിനെ ഹൈഡ്രോഫിലിക് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് ബയോ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ബയോ ട്രാൻസ്ഫോർമേഷനും എക്സ്ക്രീഷൻ തമ്മിൽ മാറിപ്പോയത്. ബയോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രഗിനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്, അവിടെ ബോഡിന്ന് റിമൂവൽ നടക്കുന്നില്ല. എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാലാണ് ബോഡിന്ന് റിമൂവ് ചെയ്ത് പോവുക. എക്സ്ക്രീഷൻ നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബയോ ട്രാൻസ്ഫോർമേഷൻ വേണം, അല്ലെ? ലിപ്പോഫിലിക് നിന്ന് ഹൈഡ്രോഫിലിക് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക, രണ്ടും തമ്മിൽ മാറിപ്പോയത്. എന്താണ് ബയോ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതും എന്താണ് എക്സ്ക്രീഷൻ എന്നുള്ളതും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ബയോ ട്രാൻസ്ഫോർമേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസ് ഏതൊക്കെയാണ്? ലിവർ ആണ് മെയിൻ ഓർഗൻ. ഓക്കെ, മെയിൻ ഓർഗൻ ലിവർ ആണ്. അത് കൂടാണ്ട് എക്സ്ട്രാ ഹെപ്പാറ്റിക് ഓർഗൻസും വരുന്നുണ്ട്. പക്ഷെ അതെന്താണ്? സ്മോൾ എമൗണ്ടിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഓർഡർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലിവർ, ദെൻ ലങ്സ്, കിഡ്നി, ഇൻറ്റസ്റ്റൈൻ, പ്ലാസെന്റ, അഡ്രിനൽ ആൻഡ് സ്കിൻ. ഇതാണ് ഓർഡർ. അപ്പൊ മെയിൻ ഓർഗൻ ഏതാണ്? ലിവർ ആണ്. ഓക്കെ, സോ ലിവർ ആണ് മെയിൻ ഓർഗൻ ഫോർ ബയോ ട്രാൻസ്ഫോർമേഷൻ. എന്തൊക്കെ എൻസൈംസ് ആണ്, എന്തൊക്കെയാണ് മെറ്റബിലൈസിങ് എൻസൈംസ് നോക്കാം. അപ്പൊ രണ്ട് എൻസൈംസ് ആണ് മെയിൻലി ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കുക. ഒന്ന് മൈക്രോസോമൽ എൻസൈംസും ഉണ്ട്, നോൺ മൈക്രോസോമൽ എൻസൈംസും ഉണ്ട്. മൈക്രോസോമൽ എൻസൈംസ് ആണ് മെയിൻ എൻസൈംസ്. ഓക്കെ, മേജർ എൻസൈംസ് ആണ് മൈക്രോസോമൽ എൻസൈംസ്. ആൻഡ് ദീസ് ആർ പ്രസന്റ് ഇൻ ദി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് അത് പ്രസന്റ് ആയിരിക്കുക. ഇനി നോൺ മൈക്രോസോമൽ എൻസൈം എന്ന് പറഞ്ഞാൽ ലെസർ എക്സ്റ്റെന്റിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് അതർ ദെൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് ഇത് പ്രസന്റ് ആയിരിക്കുക. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇവിടുന്ന് ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളത്. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ച് ആണ് ഡ്രഗിന് വരുന്നതെന്ന് കൂടെ നോക്കണം. എന്താണ്? മേ ബി അവിടെ ഇനാക്ടിവേഷൻ ആയിരിക്കും നടക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫെനിറ്റോയിൻ, ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫെനിറ്റോയിൻ ഡ്രഗിനെ ബയോ ട്രാൻസ്ഫോർമേഷൻ വഴി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? പാരാഹൈഡ്രോക്സി ഫെനിറ്റോയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ പാരാഹൈഡ്രോക്സി ഫെനിറ്റോയിൻ ഇസ് ആൻ ഇനാക്റ്റീവ് ഇൻ നേച്ചർ ആണ്. ഓക്കെ, ആക്റ്റീവ് ആയിട്ടുള്ളതിനെ ഇനാക്റ്റീവ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി വേറൊന്നാണ് നോ ചേഞ്ച് ഇൻ ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റി. ഓക്കെ, ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റിയിൽ ചിലപ്പം ഒരു ചേഞ്ചും വരുന്നില്ല. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഡിഗിറ്റോസിൻ. ഡിഗിറ്റോസിൻ ആക്റ്റീവ് ഫോം ആണ്. അത് ബയോ ട്രാൻസ്ഫോർമേഷൻ വഴി ഡിഗോസിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതെന്താണ്? അതും ആക്റ്റീവ് ഫോം തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ടോക്സിക്കോളജിക്കൽ. സോ അതില് പാരസെറ്റമോൾ, ആക്റ്റീവ് ഫോം ആയിട്ടുള്ള പാരസെറ്റമോളിനെ ഇമോഡോക്വിനോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇറ്റ് ഇസ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ്. നെക്സ്റ്റ് ആണ് ഫാർമക്കോളജിക്കൽ ആക്ടിവേഷൻ. അതായത് ഒരു പ്രോഡ്രഗിനെ നമ്മൾ എന്താക്കി മാറ്റാം? ആക്റ്റീവ് ആയിട്ട് മാറ്റാം. അപ്പൊ അതിന് എക്സാമ്പിൾ എന്താ? ആസ്പിരിൻ പ്രോഡ്രഗ് ആണ്. അപ്പൊ ഇനാക്റ്റീവ് നേച്ചർ ആയിരിക്കും. പ്രോഡ്രഗ് എന്ന് പറഞ്ഞാൽ ബിഫോർ ഡ്രഗ് എന്നാലോക്കെ, അല്ലെ? ബോഡിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ആക്ടിവിറ്റി കാണിക്കുള്ളൂ. അപ്പൊ അതാണ് ആസ്പിരിൻ. സോ ആസ്പിരിൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? സാലിസിലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ആക്റ്റീവ് നേച്ചർ. ഇനി ചേഞ്ച് ഇൻ ആക്ടിവിറ്റി, ചിലപ്പം ഡ്രഗിന് ആക്ടിവിറ്റി തന്നെ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എക്സാമ്പിൾ എന്താ? ഇപ്രോനിയാസിഡ്, അത് ആന്റി ഡിപ്രസന്റ് ഡ്രഗ് ആണ്. ദാറ്റ് വിൽ ബി കൺവേർട്ട് ഇൻടു ഐസോനിയാസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇറ്റ് ഈസ് ആൻ ആന്റി TB ഡ്രഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നടക്കുക വെൻ ഒരു ഡ്രഗ് കൺവേർട്ടഡ് ഫ്രം ദി ലിപ്പോഫിലിക് ഫോമിന് ഹൈഡ്രോഫിലിക് ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നടക്കാൻ ചാൻസ്. ഓക്കെ, ഒന്നെങ്കിൽ ആക്ടിവേഷൻ സംഭവിക്കും, അല്ലെങ്കിൽ ഇനാക്ടിവേഷൻ സംഭവിക്കും, അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റീസിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടായിരിക്കില്ല. മേ ബി ദാറ്റ് ബിക്കം ടോക്സിക്കോളജിക്കൽ ആകും, അല്ലെങ്കിൽ എന്താണ് ആക്ടിവിറ്റിയിൽ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ബയോ ട്രാൻസ്ഫോർമേഷൻ ആണ് പഠിക്കാനുള്ളത്. phase 1 റിയാക്ഷനും phase 2 റിയാക്ഷനും. So phase 1 reaction is also called as non-synthetic അല്ലെങ്കിൽ functionalization reaction എന്ന് പറയുന്നുണ്ട്. Okay, phase 1 reactionല്
It involves oxidation, reduction, hydrolysis, cyclization, decyclization. Okay, ഇത്രയും റിയാക്ഷൻ ആണ് phase 1 ഇൻവോൾവ് ആയിരിക്കുക. അപ്പൊ ഇത് എന്തായാലും നോക്കി വെക്കാം. ഓക്കെ, എന്തൊക്കെയാണ് വരിക എന്നുള്ളത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ അല്ലെ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഓക്സിജൻ ആൻഡ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രോളിസിസ്, അഡീഷൻ ഓഫ് വാട്ടർ ആണ് ഹൈഡ്രോളിസിസ്. സൈക്ലൈസേഷൻ എന്ന് പറയുമ്പോൾ സൈക്ലിക് ആയിട്ട് മാറ്റുക. ഓക്കെ, പ്രൊഗ്വാനിലൊക്കെ സൈക്ലിക് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഈ സൈക്ലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സൈക്കിൾ നേച്ചർ, സൈക്ലിക് ആയിട്ടുള്ള ഡ്രഗിനെ ഓപ്പൺ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് phase 1 നടക്കുക. ഇനി phase 1 വഴി ബയോ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഡ്രഗ്സിന് ദേ വിൽ ഹാവ് ലോങ്ങർ ഹാഫ് ലൈഫ്. ഓക്കെ, ലോങ്ങർ ഹാഫ് ലൈഫ് ആയിരിക്കും phase 1 വഴി ബയോ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഡ്രഗ്സിന് ഉണ്ടായിരിക്കാം. ഇനി ഇൻ ദ കേസ് ഓഫ് ജെറിയാട്രിക് ആയിട്ടുള്ള ആൾക്കാർക്ക് phase 1 കുറവായിരിക്കും. ഇൻസ്റ്റെഡ് ദേ വിൽ ഹാവ് phase 2. ഓക്കെ, phase 1 കുറവായിരിക്കും ജെറിയാട്രിക് പീപ്പിളിന്. മെയിൻലി അവർക്ക് phase 2 ആയിരിക്കും നടക്കുക. സെക്കൻഡ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് phase 2 റിയാക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ phase 1 റിയാക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. അതിൽ 5 കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഓർത്ത് വെക്കുക. ആൻഡ് ജെറിയാട്രിക് പീപ്പിളിന്റെ കേസിലും പറഞ്ഞു, ദെൻ അതിന്റെ ഹാഫ് ലൈഫിന്റെ കേസിലും പറഞ്ഞു. ഇനി അടുത്തത് phase 2 ആണ്. phase 2 ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ട്രൂ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ട്രൂ ഡീടോക്സിഫിക്കേഷൻ. സോ ഇവിടെ നമുക്ക് മെയിൻലി നടക്കുന്നത് കോൺജുഗേഷൻ ആണ് നടക്കുന്നത്. ആൻഡ് എൻസൈം ഇൻവോൾവ് ഇസ് ട്രാൻസ്ഫറേസ്. ഇതും MCQസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് എൻസൈം ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുക എന്നുള്ളത്. ദാറ്റ് ഇസ് ട്രാൻസ്ഫറേസ്. ഇനി ഇതിൽ എന്തൊക്കെയാ വരിക? ഇറ്റ് ഇൻക്ലൂഡ് അസെറ്റിലേഷൻ, ഗ്ലൂക്കോറൈഡേഷൻ, മിത്തിലേഷൻ, ഗ്ലൈസിൻ കോൺജുഗേഷൻ, ഗ്ലൂട്ടാത്തിയോൺ കോൺജുഗേഷൻ. ഇത്രയും റിയാക്ഷൻ ആണ് phase 2ന്റെ കേസിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താണ് ബയോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു, ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്, എന്തൊക്കെ ഓർഗൻസ് ആണ് ഇൻവോൾവ് ആയിരിക്കുന്നത് പറഞ്ഞു, ആൻഡ് എന്തൊക്കെയാണ് എൻസൈം, മെറ്റബോളൈസിങ് എൻസൈം എന്താന്ന് പറഞ്ഞു, ആൻഡ് അങ്ങനെ വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് നമ്മൾ പറഞ്ഞു. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മൾ 2 ടൈപ്പ് ഓഫ് റിയാക്ഷനും കൂടെ പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ്, ബയോ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ മെറ്റബോളിസം കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് ഏതാണ്? എക്സ്ക്രീഷൻ അല്ലെ. അപ്പൊ നമുക്ക് എക്സ്ക്രീഷൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിൽ നിന്ന് ഡ്രഗ് റിമൂവ് ചെയ്യുക, അതല്ലേ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. എക്സ്ക്രീഷൻ ഇസ് ദ പ്രോസസ് ബൈ ഡ്രഗ് ഓർ ഇറ്റ്സ് മെറ്റബോളൈറ്റ്സ്. ഡ്രഗോ അല്ലെങ്കിൽ അതിന്റെ മെറ്റബോളൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ എന്താണ് മെറ്റബോളൈറ്റ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഡ്രഗോ അല്ലെങ്കിൽ അതിന്റെ മെറ്റബോളൈറ്റ്സോ ആർ റിവേഴ്സിബിളി ട്രാൻസ്ഫേർഡ് ഫ്രം ഇറ്റ്സ് ഇന്റേണൽ ടു എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഓക്കെ, ഇന്റേണൽ എൻവയോൺമെന്റ് അതായത് നമ്മളുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോവുക, അത് തന്നെയാണ് എന്ത്? എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എൻവയോൺമെന്റ് എക്സ്റ്റേണൽ എൻവയോൺമെന്റിലേക്ക് പോകുന്നതിനാണ് നമ്മൾ എക്സ്ക്രീഷൻ എന്ന് പറയാം. ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്ത് പോവാ. അപ്പം ദ മെയിൻ റൂട്ട് അല്ലെങ്കിൽ എന്താ മെയിൻ വിൻഡോ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്കുള്ള മെയിൻ വിൻഡോ ആണ് ആര്? കിഡ്നി. ഓക്കെ, കിഡ്നിയാണ് ദ മെയിൻ വിൻഡോ അല്ലെങ്കിൽ മെയിൻ ഡോർ എന്നൊക്കെ പറയാം. നമുക്ക് 2 ടൈപ്പ് എക്സ്ക്രീഷൻ ഉണ്ടായിരിക്കുക. ഒന്ന് റീനൽ എക്സ്ക്രീഷൻ ഉണ്ടായിരിക്കും, നോൺ റീനൽ എക്സ്ക്രീഷൻ ഉണ്ടായിരിക്കും. റീനൽ എക്സ്ക്രീഷൻ ത്രൂ കിഡ്നി ആയിരിക്കും. ഓക്കെ, നോൺ റീനൽ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് റൂട്ട് വരുന്നുണ്ട്. ഏതൊക്കെയാ? ഫസ്റ്റ് ലങ്സ്. ഓക്കെ, ലങ്സിലൂടെ എക്സ്ക്രീഷൻ വരുന്നുണ്ട്. എന്തിനൊക്കെ? ആൽക്കഹോൾ ഒക്കെ അല്ലേ, ആൽക്കഹോൾ ഒക്കെ ലങ്സിലൂടെയാണ് എക്സ്ക്രീറ്റ് ചെയ്യാം. ഇപ്പം നമ്മള് ഡ്രങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് ഊതാൻ പറയില്ലേ? എന്തുകൊണ്ടാണ്? കാരണം അവിടെ എക്സ്ക്രീഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ലങ്സിലൂടെയാണ്. ഇനി അടുത്ത ബ്രസ്റ്റ് മിൽക്കിലൂടെ ടെട്രാസൈക്ലിന്റെ എക്സ്ക്രീഷൻ സംഭവിക്കുന്നുണ്ട്. ഇപ്പം ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള മദേഴ്സ് ഒക്കെ ടെട്രാസൈക്ലിൻ കഴിക്കുകയാണെങ്കിൽ അൺനെസസറി ആയിട്ട് ആ ഒരു ഡ്രഗ് ബേബിയിലേക്ക് എത്തും അല്ലെ, ബ്രസ്റ്റ് മിൽക്ക് വഴി. അപ്പം ടെട്രാസൈക്ലിൻ ഇസ് എക്സ്ക്രീറ്റഡ് ത്രൂ ബ്രസ്റ്റ് മിൽക്ക്. ഇനി ബിലിയറി എക്സ്ക്രീഷൻ വരുന്നുണ്ട്, ത്രൂ ബൈൽ എക്സ്ക്രീഷൻ സംഭവിക്കുന്നുണ്ട്. ഇൻഡസ്റ്റൈൻ ഉണ്ട്, സെലൈവറി. ഓക്കെ, സെലൈവറി, ഫിനിറ്റോയിൻ ഒക്കെ സെലൈവയിലൂടെ എക്സ്ക്രീഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പം ആക്ച്വലി സലൈവയിലൂടെ എക്സ്ക്രീഷൻ സംഭവിക്കുമ്പോൾ എന്താണ്? നമ്മൾ ആ സലൈവ നമ്മൾ വീണ്ടും സ്വാലോ ചെയ്യും. അപ്പോ അങ്ങനെ വരുമ്പം ആ ഡ്രഗ് നമുക്ക് വീണ്ടും നമ്മൾ കൺസ്യൂം ചെയ്യുന്നതാണ് അല്ലെ, സലൈവയിലൂടെ എക്സ്ക്രീഷൻ കേസിൽ. ഓക്കെ, പിന്നെ ത്രൂ സ്വെറ്റും എക്സ്ക്രീഷൻ സംഭവിക്കുന്നുണ്ട്. ആൻഡ് സ്കിന്നിലൂടെയും എക്സ്ക്രീഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പം ദ മെയിൻ റൂട്ട് ഓഫ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് കിഡ്നിയാണ്, അല്ലെങ്കിൽ ദ മെയിൻ വിൻഡോ. ഓക്കെ, റീനൽ എക്സ്ക്രീഷൻ ആണ് മെയിൻ റൂട്ട്. അതല്ലാണ്ട് നോൺ റീനൽ എക്സ്ക്രീഷൻസും വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കിഡ്നിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ജെന്റാമൈസിൻ എന്ന് പറഞ്ഞ ഡ്രഗ് ഇറ്റ് ഇസ് മെയിൻലി എക്സ്ക്രീറ്റഡ് ത്രൂ കിഡ്നി. ഓക്കെ, കിഡ്നിയിലൂടെ മാത്രമായിരിക്കും ജെന്റാമൈസിൻ എന്ന് പറഞ്ഞ ഡ്രഗ് എക്സ്ക്രീറ്റ് ചെയ്യുക. ദ മെയിൻ ഡോർ. ഓക്കെ, ഇപ്പൊ കിഡ്നിന്ന് നമ്മൾ മെയിൻ ഡോർ എന്ന് പറയാം, ബാക്കിയുള്ളതൊക്കെ വിൻഡോ ആണ്. ഓക്കെ, ഒരു റൂമിന്റെ മെയിൻ ഡോർ ആണ് കിഡ്നി എന്ന് വിചാരിക്കാം, ബാക്കിയൊക്കെ വിൻഡോ. അപ്പൊ ജെന്റാമൈസിൻ എന്ന് പറഞ്ഞ ഡ്രഗ് ഇറ്റ് ഇസ് ഓൺലി എക്സ്ക്രീറ്റഡ് ടു കിഡ്നി ആണ്. ജെന്റാമൈസിൻ നമുക്ക് ജെന്റിൽമാൻ എന്ന് പറയാം അല്ലെ. ജെന്റിൽമാന് എന്താ?
ജെന്റിൽമാൻ വിൽ മൂവ് ഔട്ട് ഓൺലി ത്രൂ മെയിൻ ഡോർ. ഓക്കെ, അപ്പൊ കിഡ്നിയിലൂടെ മാത്രമാണ് ജെന്റാമൈസിൻ എക്സ്ക്രീറ്റ് ചെയ്ത് പോണത്. ഓക്കെ, ഇനി ചില ഡ്രഗ്സ് രണ്ട് റൂട്ടും കാണിക്കുന്ന ഡ്രഗ്സ് ഉണ്ട്. ഓക്കെ, റീനൽ എക്സ്ക്രീഷൻ കാണിക്കുന്നതുണ്ട്, നോൺ റീനൽ. ഓക്കെ, പാർഷ്യലി രണ്ടും കാണിക്കുന്ന ഡ്രഗ്സും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഇത് ബ്രഹ്മാങ്കറിൽ കൊടുത്തൊരു ഡയഗ്രാം ആണ്. എക്സ്ക്രീഷന്റെ കേസിൽ ഒരു സിംപ്ലിഫൈ ചെയ്ത ഡയഗ്രാം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് എക്സ്ക്രീഷൻ എന്നുള്ളത് നോക്കാം. മെയിൻലി 3 സ്റ്റെപ്പാണ് നമുക്ക് ഓർക്കാനുള്ളത്. എന്തൊക്കെയാ? ഫസ്റ്റ് വൺ ഇസ് ഫിൽട്രേഷൻ. ഓക്കെ, ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫിൽട്രേഷൻ. ഫിൽട്രേഷന്റെ കേസിൽ എന്താണ്? ബ്ലഡ് വിൽ ബി ഫിൽറ്റർഡ്. ഓക്കെ, ബ്ലഡിനോട് ഫിൽട്രേഷൻ സംഭവിക്കും. ഇനി ബ്ലഡ് ബാക്കിയുള്ളത് ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്തു ആൻഡ് ഇവിടെ ഈ ഒരു പോർഷനിൽ എത്തുമ്പോൾ എന്തായിരിക്കും? ഇവിടെ സെക്രീഷൻ സംഭവിക്കും. ഓക്കെ, എന്താണ് സെക്രീഷൻ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സെക്രീഷൻ സംഭവിക്കും. ഓക്കെ, ആസിഡിക് ഡ്രഗിന്റെയും ബേസിക് ഡ്രഗ് അല്ലെങ്കിൽ മെറ്റബോളൈറ്റിന്റെ ഒക്കെ സെക്രീഷൻ സംഭവിക്കും. ഓക്കെ, ഈ തേർഡ് സ്റ്റെപ്പാണ് റീഅബ്സോർപ്ഷൻ. ഇവിടുന്ന് ഗ്ലൂക്കോസ് അതേപോലെ ലിപ്പോഫിലിക് ഡ്രഗ്സ് ഒക്കെ റീഅബ്സോർബ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഇസ് തേർഡ് സ്റ്റെപ്പ്, റീഅബ്സോർപ്ഷൻ. അപ്പൊ 3 സ്റ്റെപ്പാണ് നമുക്ക് ആലോചിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് ഫിൽട്രേഷൻ, ആദ്യം തന്നെ ഫിൽട്ടർ ചെയ്ത് വരിക. ഇനി രണ്ടാമത്തത് ഇവിടെ എത്തുമ്പോൾ എന്തായിരിക്കും? സെക്രീഷൻ സംഭവിക്കും അല്ലെ? തിരിച്ച് സെക്രീഷൻ സംഭവിക്കും. അസിഡിക് ഡ്രഗും ബേസിക് ഡ്രഗ് മെറ്റബോളൈറ്റ്സ് ഒക്കെ വീണ്ടും സെക്രീഷൻ ഇവിടേക്ക് തന്നെ വരും. ഓക്കെ, സെക്രീഷൻ സംഭവിക്കും. ഇനി ബാക്കി കുറച്ച് കാര്യങ്ങൾ, അതായത് ഗ്ലൂക്കോസ് പോലത്തെ ഗ്ലൂക്കോസ് ലിപ്പോഫിലിക് ഡ്രഗ്സ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ, അതൊക്കെ വീണ്ടും ബോഡിയിലേക്ക് തന്നെ പോകും. ഓക്കെ, തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും, നമ്മുടെ ബ്ലഡിലേക്ക് തന്നെ തിരിച്ചു പോകും. അതാണ് റീഅബ്സോർപ്ഷൻ. ഓക്കെ, റീഅബ്സോർബ് ചെയ്യാം. അപ്പൊ 3 സ്റ്റെപ്സ് ആണ് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ യൂറിൻ ഫോർമേഷൻ സംഭവിക്കും. ഇങ്ങനെയാണ് നടക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് റേറ്റ് ഓഫ് എക്സ്ക്രീഷൻ നമുക്ക് എങ്ങനെ പറയാം? റേറ്റ് ഓഫ് എക്സ്ക്രീഷൻ വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ഫിൽട്രേഷൻ പ്ലസ് റേറ്റ് ഓഫ് സെക്രീഷൻ. ഓക്കെ, സെക്രീഷൻ rate of secretion minus rate of reabsorption. Okay, minus rate of reabsorption. കാരണം എന്താണ്? അത് തിരിച്ച് വീണ്ടും ബോഡിയിലേക്ക് അല്ലേ പോണത്, അപ്പൊ മൈനസ് എന്ന് പറയാം അല്ലെ. അപ്പൊ റേറ്റ് ഓഫ് എക്സ്ക്രീഷൻ വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ഫിൽട്രേഷൻ പ്ലസ് റേറ്റ് ഓഫ് സെക്രഷൻ മൈനസ് റേറ്റ് ഓഫ് റീഅബ്സോർപ്ഷൻ ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, സിമ്പിൾ ഇക്വേഷൻ ആണ്, എന്നാൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ 3 സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ഇനി നമുക്ക് ആ സ്റ്റെപ്സ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തിലൊക്കെയാണ് എവിടെയൊക്കെയാണ് ആ സ്റ്റെപ്പ് നടക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ 3 സ്റ്റെപ്പ് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഇസ് ഫിൽട്രേഷൻ, പിന്നെ സെക്രീഷൻ ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഇസ് ലാസ്റ്റ് വൺ ഇസ് റീഅബ്സോർപ്ഷൻ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് നോക്കാം, ദാറ്റ് ഇസ് ഫിൽട്രേഷൻ. അപ്പൊ ഫിൽട്രേഷൻ നടക്കുന്നത് എവിടെയാണ്? ഗ്ലോമറുലസിലാണ്. ഓക്കെ, ഗ്ലോമറുലർ ഫിൽട്രേഷൻ ആണ്. ദാറ്റ് ഫിൽട്രേഷൻ ഈസ് എ യൂണി ഡയറക്ഷണൽ ഫിൽട്രേഷൻ ആണ്. ഓക്കെ, ഒരു സൈഡിലേക്ക് മാത്രമല്ലേ ഫിൽട്രേഷൻ നടക്കുന്നത്. നമ്മളിപ്പോ ഇത് ഗ്ലോമറുലസ് ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാത്രമാണല്ലേ ഫിൽട്രേഷൻ സംഭവിക്കുക. അപ്പൊ ഇറ്റ് ഇസ് യൂണി ഡയറക്ഷണൽ ആണ്. ഇനി ഗ്ലോമറുലസ് ഇസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പൊ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സ് എന്ത് ചെയ്യും? ബോഡിയിൽ റിട്ടൈൻ ചെയ്യും അല്ലെ. കാരണം എന്താണ്? നെഗറ്റീവ് ആകുമ്പോൾ അവിടെ റിഫ്ലക്ഷൻ സംഭവിക്കില്ലേ. ഇത് ഓൾറെഡി നെഗറ്റീവ് ചാർജ് ആണ്, അപ്പൊ ഡ്രഗ്സ് തമ്മിൽ അവിടെ റിഫ്ലക്ഷൻ സംഭവിക്കും. അപ്പൊ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഡ്രഗ് ബോഡിയിൽ റിട്ടൈൻ ചെയ്യാണ് ചെയ്യാം. സോ ദിസ് ഇസ് നെഗറ്റീവ്ലി ചാർജ്. ദെൻ RBC is not filtered. ഓക്കെ, റെഡ് ബ്ലഡ് സെൽസ് അല്ലെ, RBC നമ്മുടെ ഗ്ലോമറുലസിലൂടെ ഫിൽട്ടർ ചെയ്യുന്നില്ല, നോർമലി ഫിൽട്ടർ ചെയ്യുന്നില്ല. ഇനിയിപ്പം അങ്ങനെ എന്തെങ്കിലും ഫിൽട്രേഷൻ നടക്കുകയാണെങ്കിൽ, നമുക്ക് RBC ഫിൽട്ടർ ചെയ്ത് പോവുകയാണെങ്കിൽ വിച്ച് മീൻസ് എന്താണ്? അവിടെ എന്തോ ഫെയിലർ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, റീനൽ ഫെയിലർ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, നോർമലി എന്താണ്? അവിടെ RBC ഒന്നും ഫിൽട്ടർ ചെയ്യൂല. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. അപ്പൊ ഈ ഫിൽട്രേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 4 പോയിന്റ് നമ്മൾ ആലോചിച്ച് വെക്കാം. എന്തൊക്കെയാണ്? ഗ്ലോമറുലർ ഫിൽട്രേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് യൂണി ഡയറക്ഷണൽ ആണ്, ഒരു ഡയറക്ഷനിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ദെൻ ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, ഗ്ലോമറുലസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ദെൻ RBC ഒന്നും ഫിൽട്ടർ ചെയ്യുന്നില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആണ് ഇവിടെ ഇൻവോൾവ് ആയിരിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പം ഗ്ലോമറുലർ ഫിൽട്രേഷന്റെ റേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് ഇപ്പൊ എന്തെങ്കിലും റീനൽ ഫെയിലിയർ ഒക്കെ ഉണ്ടോ നമുക്ക് നോക്കണം. അപ്പൊ നമുക്ക് ഗ്ലോമറുലർ ഫിൽട്രേഷന്റെ റേറ്റ് നോക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാ നോക്കാം. ദാറ്റ് ഇസ് ക്രിയാറ്റിനിൻ, ഇനുലിൻ, മെനിറ്റോൾ, സോഡിയം തയോസൾഫേറ്റ്. ഇതൊക്കെയാണ് നമ്മൾ ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യണത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദീസ് ഓൾ വിൽ അണ്ടർഗോ ഓൺലി ഫിൽട്രേഷൻ. ഓക്കെ, ഫിൽട്രേഷൻ മാത്രമേ ഇവരെ കേസ് നടക്കുള്ളൂ. സെക്രീഷൻ നടക്കുന്നില്ല, റീഅബ്സോർപ്ഷൻ നടക്കുന്നില്ല. അതേപോലെ തന്നെ ഇവരൊന്നും ബോഡിയിലല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് പ്രൊഡ്യൂസ് ഇൻ ദ ബോഡി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസിനെ GFR കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് മെറ്റീരിയൽ എന്നുള്ള കാര്യം നോക്കി വെക്കുക. എന്തൊക്കെയാണ് ക്രിയാറ്റിനിൻ ഉണ്ട്, ഇനുലിൻ ഉണ്ട്, മെന്നിറ്റോൾ ഉണ്ട്, സോഡിയം തയോസൾഫേറ്റ് ഉണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവർ യൂസ് ചെയ്തെന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പാണ് സെക്രീഷൻ. സോ സെക്രീഷൻ ഇസ് ആക്റ്റീവ് ട്യൂബുലാർ സെക്രീഷൻ ആണ്. ഓക്കെ, ദാറ്റ് ഇസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ വിച്ച് മീൻസ് ദേ വിൽ ബി ഓപ്പോസിറ്റ്. ലോ കോൺസെൻട്രേഷൻ ഹൈ കോൺസെൻട്രേഷനിലേക്കായിരിക്കും നടക്കുക അല്ലെ. അപ്പോഴല്ലേ നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയാം അല്ലെ. ഓപ്പോസിറ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്യൂബുലാർ സെക്രീഷൻ ആണ്. ആ ആക്റ്റീവ് എന്നുള്ള വേർഡ് തന്നെ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഇസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇസ് ഇൻവോൾവ്, വിച്ച് മീൻസ് ദീസ് ആർ അഗെയിൻസ്റ്റ് ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഓക്കെ, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവർ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ദർ ഷുഡ് ബി കാരിയർ ഇസ് നീഡഡ്. ഓക്കെ, ഒരു കാരിയർ ആവശ്യമാണ്. ഇനി ഇറ്റ് ഈസ് എ ബൈ ഡയറക്ഷണൽ എന്ന് പറയുന്നുണ്ട്. ബൈ ഡയറക്ഷണൽ എന്ന് പറയാൻ കാരണം ഇവിടെ നമുക്ക് സെക്രീഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് ആയിട്ട് റീഅബ്സോർപ്ഷൻ വരുന്നില്ലേ അല്ലെ. ഈ സെക്രീറ്റ് ചെയ്ത സാധനം തന്നെ നമുക്ക് റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കത് ബൈ ഡയറക്ഷണൽ എന്ന് പറയാം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ്. ഓക്കെ, സെക്രീഷൻ നടന്ന കാര്യം തന്നെ വീണ്ടും റീഅബ്സോർപ്ഷനിലേക്ക് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ ദിസ് എ ബൈ ഡയറക്ഷണൽ എന്ന് പറയാം. ഇനി നെക്സ്റ്റ് പോയിന്റ് ഇസ് ഡിക്രീസസ് ദി ഹാഫ് ലൈഫ് ഓഫ് ദി ഡ്രഗ്. ഓക്കെ, ഡ്രഗിന്റെ ഹാഫ് ലൈഫ് കുറയാണ് ചെയ്യാം. കാരണം എന്താ, ഇത് നമുക്ക് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യല്ലേ ചെയ്യാം. നമ്മൾ നേരത്തെ ഡയഗ്രാം പറഞ്ഞില്ലേ സെക്രീഷൻ എങ്ങനെയാന്നുള്ളത്. ബ്ലഡിന് അത് റിമൂവ് ചെയ്യാണ് ചെയ്യാം. അപ്പൊ അങ്ങനെ റിമൂവ് ചെയ്യുന്നോണ്ട് തന്നെ ഹാഫ് ലൈഫ് ഓഫ് ദി ഡ്രഗ് കുറയാണ് ചെയ്യാം അല്ലെ. വേഗം തന്നെ ഡ്രഗ് റിമൂവ് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഹാഫ് ലൈഫ് കുറഞ്ഞു എന്ന് പറയാം. അപ്പൊ ഇത്രയാണ് ആക്റ്റീവ് ട്യൂബുലർ സെക്രീഷനിൽ നോക്കാനുള്ളത്. ഈ ഒരു കാര്യം കൂടെ നോക്കാനുണ്ട്, ദാറ്റ് ഇസ് പ്രൊബെൻസിൻ ഇൻഹിബിറ്റ് ആക്റ്റീവ് ട്യൂബുലർ സെക്രീഷൻ ഓഫ് പെനിൻസിലിൻ. ഇത് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് എന്തായാലും നോക്കി വെക്കാം. അതായത് ഇപ്പൊ നമ്മൾ പ്രൊബെൻസിനും പെനിൻസിലിനും കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ പെനിൻസിലിന്റെ സെക്രീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രൊബെൻസിന് പറ്റും. ഓക്കെ, അതായത് സെക്രീഷൻ നടക്കൂല, അതായത് 50% നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ആരത്, പെനിൻസിലിന്റെ രണ്ടും കൂടെ കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ, സോ 50%ഓളം നമുക്ക് എന്ത് കുറയ്ക്കാൻ വേണ്ടി പറ്റും, ആക്റ്റീവ് ട്യൂബുലർ സെക്രീഷൻ കുറയ്ക്കാൻ വേണ്ടി പറ്റും പെനിൻസിലിന്റെ, ഇഫ് ദേ ആർ ഗിവൺ ആസ് എ കോമ്പിനേഷൻ. സോ ഇത്രയും കാര്യങ്ങൾ ആക്റ്റീവ് ട്യൂബുലർ സെക്രീഷനിൽ നോക്കി വെക്കാം. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പാണ് ട്യൂബുലർ റീഅബ്സോർപ്ഷൻ അല്ലെ. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ട്യൂബുലർ റീഅബ്സോർപ്ഷൻ. സോ ട്യൂബുലർ റീഅബ്സോർപ്ഷൻ ടേക്ക് പ്ലേസ് ഇൻ റീനൽ ട്യൂബ്യൂൾസ്. ഓക്കെ, റീനൽ ട്യൂബ്യൂൾസിലാണ് ട്യൂബുലർ റീഅബ്സോർപ്ഷൻ നടക്കുക. ഇനി ദേ വിൽ ഇൻക്രീസ് ദി ഹാഫ് ലൈഫ് ഓഫ് ദി ഡ്രഗ്. കാരണം എന്താണ്, റീഅബ്സോർബ് ചെയ്യാണ് അല്ലെ. ബ്ലഡിലേക്ക് വീണ്ടും റീഅബ്സോർബ് ചെയ്തു പോവാം, ബോഡിയിലേക്ക് വീണ്ടും റീഅബ്സോർബ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ദർ ഹാഫ് ലൈഫ് വിൽ ബി ഇൻക്രീസ്ഡ്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ എന്താണ്, ബ്ലഡിന് സെക്രീഷൻ ആണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരിക, ബ്ലഡിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ, ഹാഫ് ലൈഫ് കുറയുക ചെയ്യാം. പക്ഷെ ഇവിടുന്ന് റീഅബ്സോർബ് ചെയ്യുക, ബ്ലഡിലേക്ക് വീണ്ടും പോവുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇൻക്രീസസ് ദി ഹാഫ് ലൈഫ് ഓഫ് ഡ്രഗ്. ഓക്കെ, ഇനി രണ്ട് ടൈപ്പ് ഉണ്ട് ട്യൂബുലർ റീഅബ്സോർപ്ഷൻ. നമ്മളിപ്പോ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, പാസീവ് ട്രാൻസ്പോർട്ട് എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ആക്റ്റീവ് ട്യൂബുലർ റീഅബ്സോർപ്ഷൻ ഉണ്ട്, പാസീവ് ട്യൂബുലർ റീഅബ്സോർപ്ഷൻ ഉണ്ട്. സോ ആക്റ്റീവ് ട്യൂബുലർ റീഅബ്സോർപ്ഷൻ മെയിൻലി നടക്കുന്നത് ഇലക്ട്രോലൈറ്റ്, ഗ്ലൂക്കോസ്, വിറ്റാമിൻ, അമിനോ ആസിഡ് ഇതിലൊക്കെയാണ് മെയിൻലി നടക്കുക. ഇനി കുറച്ച് ഡ്രഗ്സിൽ മാത്രമേ നടക്കുന്നുള്ളൂ, ഡ്രഗ്സ് ലൈക്ക് ഓക്സോപ്യൂരിനോൾ. ഓക്കെ, ഇതിന്റെ കേസിലൊക്കെയാണ് നമുക്ക് മെയിൻലി ആക്റ്റീവ് ട്യൂബുലർ റീഅബ്സോർപ്ഷൻ കാണാൻ വേണ്ടി പറ്റുക. ഇനി അടുത്ത പാസീവ് ട്യൂബുലർ റീഅബ്സോർപ്ഷൻ. സോ ഇത് നടക്കുന്നത് മോസ്റ്റ് ഓഫ് ദി ഡ്രഗിന്റെ കേസിൽ പാസീവ് ട്യൂബുലർ റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. ഇനി ലിപ്പോഫിലിക് ഡ്രഗ് ആണെങ്കിൽ ദേ ആർ ദി റീഅബ്സോർബ്ഡ് വെൽ. ഓക്കെ, ലിപ്പോഫിലിക് ഡ്രഗ് എന്താണ്, ലിപ്പോഫിലിക് ഡ്രഗ് വിൽ ബി റീഅബ്സോർബ്ഡ്. ഓക്കെ, ഇനി ഹൈഡ്രോഫിലിക് ഡ്രഗ് ആണെങ്കിൽ റീഅബ്സോർബ്ഡ് നിൽ, അതായത് റീഅബ്സോർപ്ഷൻ ഇല്ല. ഇനി ലാസ്റ്റ് പോയിന്റ് അൺഅയണൈസ്ഡ് ഡ്രഗ് ആണെങ്കിൽ റീഅബ്സോർബ്ഡ് വെൽ ആണ്, അയണൈസ്ഡ് ഡ്രഗ് ആണെങ്കിൽ റീഅബ്സോർബ്ഡ് പാർഷ്യലി ആണ്. ഈ ഒരു പോയിന്റ്സും കൂടെ ഒന്ന് നോക്കണം. അതായത് ബ്ലഡ് ഫ്ലോ ടു കിഡ്നി എത്രയാ, 1.25 ലിറ്റർ പെർ മിനിറ്റ് ആണ് ബ്ലഡ് ഫ്ലോ ടു ദി കിഡ്നി. അതില് ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറഞ്ഞത് 125 ml പെർ മിനിറ്റ് ആണ് ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് വരുന്നത്. ഇനി ഇത് യൂറിൻ ഔട്ട്പുട്ട് എത്രയാണ് വരുന്നത്, 1.5 ലിറ്റേഴ്സ് പെർ ഡേ ആണ് യൂറിൻ ഔട്ട്പുട്ട്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ നമുക്ക് മറന്നുള്ള ചാൻസ് ഉള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അത് എന്തായാലും നോക്കി വെക്കാം. നമ്മൾ സാധാരണ ഡോസ് അല്ലെങ്കിൽ സാധാരണ ഡോസിങ് ഇന്റർവെല്ല് റീനൽ ഫെയിലിയർ ഉള്ള ആൾക്കാർക്ക് ഡ്രഗ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഫാർമക്കോളജിക്കൽ ആക്ഷനും കാര്യങ്ങളൊക്കെ സാധാരണ പോലെ നടക്കും.
എന്നാലോ എക്സ്ക്രീഷൻ സാധാരണ പോലെ നടക്കൂല അല്ലെ. എക്സ്ക്രീഷൻ എന്താണ്, അവിടെ എക്സ്ക്രീഷൻ നടക്കൂല. അവരുടെ റീനൽ ഫെയിലിയർ ആൾക്കാർക്ക് എക്സ്ക്രീഷൻ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ രീതിയിൽ ഡ്രഗ് കൊടുക്കാൻ പറ്റൂല. അവർക്ക് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താം. ഒന്നെങ്കിൽ ഡോസിന് വ്യത്യാസം വരുത്താം, അല്ലെങ്കിൽ ഡോസിന് ഇന്റർവെല്ലിന് വ്യത്യാസം വരുത്താം. അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടായിരിക്കണം നമ്മൾ ഈ റീനൽ ഫെയിലിയർ ഉള്ള ആൾക്കാർക്ക് ഡ്രഗ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ അതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോണത്. ദാറ്റ് ഈസ് ഡോസ് അഡ്ജസ്റ്റ്മെന്റ് ഇൻ റീനൽ ഫെയിലിയർ. നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാം, സാധാരണ കൊടുക്കുന്ന ഡോസ് കൊടുക്കാണ്ട് നമുക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള കാര്യമാണ് ഇനി നോക്കാൻ പോകുന്നത്. സോ അതിൽ 3 സ്റ്റെപ്പാണ് മെയിൻലി ഉണ്ടായിരിക്കുക. ഫസ്റ്റ് വൺ ഇസ് ക്രിയാറ്റിനിൻ ക്ലിയറൻസ്, സെക്കൻഡ് വൺ ഇസ് കാൽക്കുലേഷൻ ഓഫ് RF, തേർഡ് വൺ ഇസ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഡോസേജ് റെജിമെൻ. ഓക്കെ, ഈ 3 സ്റ്റെപ്സ് ആണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. സോ ഫസ്റ്റ് വൺ ഇസ് ക്രിയാറ്റിനിൻ ക്ലിയറൻസ്. സോ ക്രിയാറ്റിനിൻ ക്ലിയറൻസ് 2 ടൈപ്പിൽ വരുന്നുണ്ട്. ദാറ്റ് ഇസ് ഡയറക്റ്റ് ഉണ്ടായിരിക്കും, ഇൻഡയറക്റ്റ് ഉണ്ടായിരിക്കും. ഇൻ ദ കേസ് ഓഫ് ഇൻഡയറക്റ്റ് മെത്തേഡ് യൂറിൻ സാമ്പിൾ നമുക്ക് ആവശ്യമില്ല, ഓൺലി ബ്ലഡ് സാമ്പിൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ ബ്ലഡ് സാമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. യൂറിൻ സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോ ബ്ലഡ് ക്രിയാറ്റിനിൻ നമ്മൾ യൂറിൻ ക്രിയാറ്റിനിൻ കണ്ടെത്തുകയാണ് ചെയ്യാം. കറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ ഇവിടെ നമുക്ക് യൂറിൻ സാമ്പിളും ബ്ലഡ് സാമ്പിളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു മെത്തേഡിൽ. ആക്ച്വലി ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് എന്താണ്? ക്രിയാറ്റിനിൻ ഇസ് ആക്ച്വലി എൻഡോജീനസ് അമീൻ ആണ്. ഇറ്റ് ഇസ് എക്സ്ക്രീറ്റഡ് അൺചേഞ്ച്ഡ് ഇൻ ദ യൂറിൻ ആൻഡ് ഇസ് എക്സ്ക്രീറ്റഡ് ത്രൂ ഗ്ലോമെറുലർ ഫിൽട്രേഷൻ ത്രൂ മാത്രമാണ് എക്സ്ക്രീറ്റ് ചെയ്യാം. റീഅബ്സോർപ്ഷൻ സെക്രീഷൻ നടക്കുന്നില്ല. അപ്പൊ അതാണ് ആക്ച്വലി ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാല് നമ്മളുടെ ക്രിയാറ്റിൻ ലെവൽ ആണ് നോക്കുന്നത്. ഇനി ക്രിയാറ്റിൻ ലെവൽ നോക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കി വെക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടില്ല, എന്നാലും നോക്കി വെക്കുക. ഇനി നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ ആണ് ക്രിയാറ്റിൻ ക്ലിയറൻസ് വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ക്രിയാറ്റിൻ ക്ലിയറൻസ് ബൈ സെറം ക്രിയാറ്റിൻ ഇൻ മില്ലിഗ്രാം പെർസെന്റേജ്. അതായത് ഇറ്റ് ഈസ് ക്രിയാറ്റിൻ ഇൻ ദി യൂറിൻ. ഇത് യൂറിനിലെ ക്രിയാറ്റിൻ ആണ് കേട്ടോ. ആൻഡ് താഴത്തെയാണ് ബ്ലഡിൽ ഉണ്ടാവുന്ന ക്രിയാറ്റിൻ. സോ ഇതാണ് ക്രിയാറ്റിൻ ക്ലിയറൻസിന്റെ ഇക്വേഷൻ വരുന്നത്. ഇനി സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ക്രിയാറ്റിൻ ക്ലിയറൻസ് കണ്ടെത്തുക എന്നുള്ളത്. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടിയാൽ മാത്രം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഏതാണ്? കാൽക്കുലേഷൻ ഓഫ് റീനൽ ഫംഗ്ഷൻ ആണ്. ക്രിയാറ്റിൻ ക്ലിയറൻസിന്റെ റേഞ്ച് 120 to 130 ആണെങ്കിൽ വിച്ച് മീൻസ് എന്താണ്? കിഡ്നി സ്റ്റാറ്റസ് ഇസ് നോർമൽ കിഡ്നി. 20 to 50 ആണെങ്കിൽ ഇറ്റ് ഇസ് മോഡറേറ്റ് റീനൽ ഫെയിലിയർ ആയിരിക്കും. ആൻഡ് ലെസ് ദാൻ 10 ആണെങ്കിൽ ഇറ്റ് ഇസ് സിവിയർ റീനൽ ഫെയിലിയർ ആണ്. ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ നമുക്ക് റീനൽ ഫംഗ്ഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് ക്രിയാറ്റിൻ ക്ലിയറൻസ് ഓഫ് പേഷ്യന്റ് ഡിവൈഡ് ബൈ ക്രിയാറ്റിൻ ക്ലിയറൻസ് ഓഫ് എ നോർമൽ പേഴ്സൺ. ഓക്കെ, ഇതാണ് റീനൽ ഫംഗ്ഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ. അയാളുടെ ക്രിയാറ്റിൻ ക്ലിയറൻസ് 120 ആണെന്ന് കണ്ടെത്തിയെന്ന് വിചാരിക്കാം. ക്രിയാറ്റിൻ ക്ലിയറൻസ് ഓഫ് നോർമൽ പേഴ്സൺ എത്രയാണ്? 120. അപ്പൊ 120 by 121 ആയിരിക്കും അല്ലെ. സോ 100% ഓഫ് കിഡ്നി ഇസ് നോർമൽ, അതായത് കിഡ്നി നോർമൽ ഫംഗ്ഷനിങ് ആണെന്ന്. ഇനി 60 by 120, അപ്പം അയാൾക്ക് കണ്ടെത്തിയത് 60 ആണ്, നോർമൽ എത്രയാണ്? 120 ആണ്. അങ്ങനെയാണെങ്കിൽ 0.5 ആണ്. 50% ഓഫ് കിഡ്നി മാത്രമേ നോർമൽ ഫംഗ്ഷനിങ് ആയിട്ടുള്ളൂ എന്നുള്ളത്. 30 120 ആണെങ്കിൽ എത്രയാണ് വരിക? 0.25 25% മാത്രമേ നോർമലി ഫംഗ്ഷനിങ് ആയിട്ടുള്ളൂ എന്നാണ് പറയണത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? കാൽക്കുലേഷൻ ഓഫ് റീനൽ ഫംഗ്ഷൻ. ഓക്കെ, ഇതൊക്കെ അല്ലേ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവാണ്. ദാറ്റ് ഈസ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഡോസേജ് റെജിമെൻ. ഇപ്പൊ നമുക്കിപ്പം ക്രിയാറ്റിൻ ക്ലിയറൻസ് മനസ്സിലായി മാത്രമേ നമുക്ക് ഈ റീനൽ ഫംഗ്ഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ റീനൽ ഫംഗ്ഷനും കണ്ടെത്തി ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെയാ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുക? 2 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഒന്ന്, ഡോസ് ഡിക്രീസ് ചെയ്യുക, ഡോസ് ഇൻ ഇന്റർവെൽ കോൺസ്റ്റന്റ് ആക്കി വെക്കാം. അല്ലെങ്കിൽ ഡോസ് ഇൻ ഇന്റർവെൽ ഇൻക്രീസ് ചെയ്യുക, ഡോസ് കോൺസ്റ്റന്റ് ആക്കി വെക്കാം. മനസ്സിലായോ? ഒന്ന് ഡോസ് കുറയ്ക്കുക, എന്നാൽ ഡോസിൻ ഇന്റർവെല് കോൺസ്റ്റന്റ് ആക്കി വെക്കുക. രണ്ടാമത്തത് ഡോസിൻ ഇന്റർവെല് കൂട്ടുക ആൻഡ് ഡോസ് കോൺസ്റ്റന്റ് ആക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇക്വേഷൻ ഇപ്പൊ നമ്മൾ ഡോസ് കുറച്ച് ഡോസിൻ ഇന്റർവെൽ ആണ് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നെങ്കിൽ ദ പേഷ്യന്റ് ഡോസിന്റെ ഇക്വേഷൻ എന്താണ്? പേഷ്യന്റ് ഡോസ് വിൽ ബി ഈക്വൽ ടു നോർമൽ ഡോസ് ഇൻറ്റു റീനൽ ഫംഗ്ഷൻ. ഇനി നമ്മളെ ഡോസിങ് ഇന്റർവെൽ ഇൻക്രീസ് ചെയ്ത് ഡോസ് ആണ് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നെങ്കിൽ പേഷ്യന്റ് ഡോസിങ് ഇന്റർവെൽ കാണാനുള്ള ഇക്വേഷൻ ആണ് നോർമൽ ഡോസിങ് ഇന്റർവെൽ, അത് എത്രയാണോ ഡിവൈഡ് ബൈ റീനൽ ഫംഗ്ഷൻ. ഇതാണ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഡോസ് ഇൻ റീനൽ ഫെയിലിയർ. ഇതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളും. അപ്പോൾ ഈ 3 സ്റ്റെപ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡോസ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് റീനൽ ഫെയിലിയറിന്റെ കേസിൽ. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഹെപ്പാറ്റിക് ക്ലിയറൻസ് ആണ്. അപ്പം ക്ലിയറൻസ് നമ്മൾ 2 ടൈപ്പിൽ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? റീനലും പറഞ്ഞു, നോൺ റീനലും പറഞ്ഞു അല്ലെ. ഇനി ചില ഡ്രഗിന്റെ കേസിൽ നോൺ റീനൽ എന്നുള്ളത് നമ്മൾ ഹെപ്പാറ്റിക് ആയിട്ടും കൺസിഡർ ചെയ്യും. ഓക്കെ, നോൺ റീനലിൽ ഒരുപാട് റൂട്ട് വരുന്നുണ്ടെങ്കിലും ആ നോൺ റീനലിൽ ചില ഡ്രഗ്സിന്റെ കേസിൽ റീനൽ പ്ലസ് ഹെപ്പാറ്റിക് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹെപ്പാറ്റിക് ക്ലിയറൻസ് വിൽ ബി ഈക്വൽ ടു ക്ലിയറൻസ് ടോട്ടൽ മൈനസ് ക്ലിയറൻസ് റീനൽ ആയിരിക്കും അല്ലെ. അതായത് ഹെപ്പാറ്റിക് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
CLH. Hepatic, if clearance total will be equal to clearance renal plus clearance ഹെപ്പാറ്റിക്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്ലിയറൻസ് ഹെപ്പാറ്റിക് ക്ലിയറൻസ് വിൽ ബി ഈക്വൽ ടു എന്താണ്? ക്ലിയറൻസ് ടോട്ടൽ മൈനസ് ക്ലിയറൻസ് റീനൽ അല്ലേ? അങ്ങനെയും ചില കേസിൽ പറയുന്നുണ്ട്. ഓക്കെ, നോൺ റീനൽ ഉള്ളതിന് പകരം ഹെപ്പാറ്റിക്, ചില ഡ്രഗ് ഹെപ്പാറ്റിക് പ്ലസ് റീനലും ക്ലിയറൻസ് കാണിക്കുന്ന ഡ്രഗ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിന്റെ ഇക്വേഷൻ ഇതാണ് ആക്ച്വൽ ഇക്വേഷൻ. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ, ഹെപ്പാറ്റിക് ക്ലിയറൻസിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അതല്ലാണ്ട് വേറെ ഇക്വേഷൻ ആണ് ക്ലിയറൻസ് ഹെപ്പാറ്റിക്, അല്ലെങ്കിൽ ഹെപ്പാറ്റിക് ക്ലിയറൻസ് വിൽ ബി ഈക്വൽ ടു ഹെപ്പാറ്റിക് ബ്ലഡ് ഫ്ലോ ഇൻറ്റു ഹെപ്പാറ്റിക് എക്സ്ട്രാക്ഷൻ റേഷ്യോ. ഓക്കെ, ഹെപ്പാറ്റിക് ബ്ലഡ് ഫ്ലോ ഇൻറ്റു ഹെപ്പാറ്റിക് എക്സ്ട്രാക്ഷൻ റേഷ്യോ ആണ് മറ്റൊരു ഇക്വേഷൻ ഹെപ്പാറ്റിക് ക്ലിയറൻസിന്റെ. ഇനി നമുക്ക് ബിലിയറി എക്സ്ക്രീഷൻ നോക്കാം. ബിലിയറി അതായത് ബൈലിലൂടെയുള്ള എക്സ്ക്രീഷൻ. സോ ബൈൽ ഇസ് പ്രൊഡ്യൂസ് ഫ്രം വേർ? ബൈൽ ഇസ് പ്രൊഡ്യൂസ് ഫ്രം ദ ലിവർ അല്ലെ? ബൈൽ ലിവറിനാണ് പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ അത് സ്റ്റോർ ചെയ്യുന്നത് ഗാൾ ബ്ലാഡറിലാണ് അല്ലെ? നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന കാര്യമാണ്. ലിവറിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് സ്റ്റോർ ചെയ്യുന്നത് ഗാൾ ബ്ലാഡറിലാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആക്റ്റീവ് സെക്രീഷൻ ഓഫ് ഡ്രഗ് ഫ്രം ഹെപ്പാറ്റോസൈറ്റ്. ഓക്കെ, ഹെപ്പാറ്റോസൈറ്റിൽ നിന്ന് ഡ്രഗ് ബൈലിലേക്ക് സെക്രീറ്റ് ചെയ്യും. ഓക്കെ, അത് ആക്റ്റീവ് സെക്രീഷൻ ആണ്. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. അതായത് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ആണ്. ആക്റ്റീവ് സെക്രീഷൻ ആണ് നടക്കുക. അതേപോലെ എല്ലാ റൂട്ടിലും എന്ത് ടൈപ്പ് ആണ്, പാസീവ് ആണോ ആക്റ്റീവ് ആണോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പൊ അത് എന്തായാലും നോക്കി വെക്കാം. അപ്പൊ ബിലിയറിന്റെ കേസിൽ എന്താണ്? ആക്റ്റീവ് സെക്രീഷൻ ആണ്. ഇനി സോ ബിലിയറി ക്ലിയറൻസ് വിൽ ബി ഈക്വൽ ടു ബിലിയറി ക്ലിയറൻസ് റേറ്റ് ബൈ പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ അല്ലെ? നമ്മുടെ ക്ലിയറൻസിന്റെ സെയിം ഇക്വേഷൻ തന്നെ. ഇത് ബിലിയറി ക്ലിയറൻസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ബിലിയറി ക്ലിയറൻസ് റേറ്റ് അങ്ങനെ പറയാം, ബൈ പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ തന്നെ. ഇനി നെക്സ്റ്റ് ഈ ഒരു ചാർട്ടും കൂടെ എന്തായാലും നോക്കി വെക്കാം. ഇതിന്നും ക്വസ്റ്റ്യൻസ് എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. സോ മോളിക്കുലർ വെയിറ്റ് ലെസ് ദാൻ 300 ഡാൾട്ടൺ ആണെങ്കിൽ മെയിൻലി ഇറ്റ് ഇസ് എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ. ഓക്കെ, യൂറിനിലൂടെയാണ് എക്സ്ക്രീഷൻ മെയിൻലി നടക്കുക. ഇഫ് മോളിക്കുലർ വെയിറ്റ് ഇസ് ലെസ് ദാൻ 300 ഡാൾട്ടൺ. ഇനി ഇഫ് മോളിക്കുലർ വെയിറ്റ് ഇസ് മോർ ദാൻ 500 ഡാൾട്ടൺ ആണെങ്കിൽ ഇറ്റ് ഇസ് മെയിൻലി എക്സ്ക്രീറ്റഡ് ത്രൂ ബൈൽ. ഓക്കെ, ബൈലിലൂടെയാണ് എക്സ്ക്രീഷൻ നടക്കുക ആൻഡ് ലെസ് ദാൻ 5% മാത്രമേ യൂറിനിലൂടെ നടക്കുള്ളൂ. ഇനി 300 to 500 ഡാൾട്ടൺ ആണെങ്കിൽ ബോത്ത് യൂറിൻ ആൻഡ് ബൈൽ രണ്ടിലൂടെയും എക്സ്ക്രീഷൻ നടക്കും. ഓക്കെ, സോ ഈ കാര്യങ്ങൾ എന്തായാലും നോക്കി വെക്കാം. ഈ ഒരു ടേബിള് ഇതിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഇത് എന്തായാലും നോക്കി വെക്കാം. ഇനി നെക്സ്റ്റ് വൺ എൻഡറോഹെപ്പാറ്റിക് സർക്കുലേഷൻ. സോ enterohepatic circulation is actually the circulation of drug between the സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലിവർ. ഓക്കെ, ലിവറിനും സ്മോൾ ഇൻറ്റസ്റ്റൈനിലും ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ എൻഡറോഹെപ്പാറ്റിക് സർക്കുലേഷൻ അല്ലെങ്കിൽ എൻഡറോഹെപ്പാറ്റിക് സൈക്ലിംഗ് എന്ന് പറയാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സൈക്ലിംഗ് പോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോവാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോവാം, അങ്ങനെ സൈക്ലിംഗ് നടക്കുക. അതാണ് എൻഡറോഹെപ്പാറ്റിക് സർക്കുലേഷൻ. സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഡ്രഗ് ഓറൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്ത ഡ്രഗ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തി ആൻഡ് ഫ്രം ബർത്ത് റിച്ചസ് ദി ബ്ലഡിലേക്ക് എത്തി, ബ്ലഡിൽ നിന്ന് അത് ലിവറിലേക്ക് എത്തി, ലിവറിൽ നിന്ന് അത് മെറ്റബോളൈറ്റ്സ് അല്ലെങ്കിൽ കോൺജുഗേറ്റ്സ് ഫോം ചെയ്തു ആൻഡ് സം ഓഫ് ദം വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ടിഷ്യൂസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ആൻഡ് ഫ്രം വേർ ഇറ്റ് റീച്ചസ് ദി ബൈലിലേക്ക് എത്തി ആൻഡ് ബൈലിൽ നിന്ന് ബിലിയറി എക്സ്ക്രീഷൻ വഴി അത് വീണ്ടും സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തി. സ്മോൾ ഇൻറ്റസ്റ്റൈനിന് വീണ്ടും ഇവിടെ റീഅബ്സോർപ്ഷൻ നടന്നു, ബൈലിന്റെ ഒക്കെ റീഅബ്സോർപ്ഷൻ നടന്നു ആൻഡ് സം ഓഫ് ദി ഡ്രഗ് വിൽ ബി ഓൾസോ ഗെറ്റ് റീഅബ്സോർബ്ഡ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫീക്കസിലൂടെ പുറത്തേക്ക് വന്നു. ഇതാണ് എൻഡറോഹെപ്പാറ്റിക് സൈക്ലിംഗ്. ഓക്കെ, ഇങ്ങനെ ഡ്രഗ് പോയി ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് പിന്നെയും ഇവിടേക്ക് വന്നു, കുറച്ച് എമൗണ്ട് റീഅബ്സോർബ് ചെയ്തു, ബാക്കിയുള്ളത് ഇങ്ങനെ ഫിഗേഴ്സിലൂടെ റിമൂവ് ചെയ്ത് പോയി. ഇതാണ് എൻഡറോഹെപ്പാറ്റിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാല്. ഓക്കെ, സൈക്ലിംഗ് ബിറ്റ്വീൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ദി ലിവർ ഇസ് ആക്ച്വലി വാട്ട്? എൻഡറോഹെപ്പാറ്റിക് സർക്കുലേഷൻ. കാർഡിയോഗ്ലൈക്കോസൈഡ്, ഇൻറ്റോമെത്തസിൻ, ക്ലോപ്രമസിൻ ഇങ്ങനത്തെ ഡ്രഗ്സ് ഒക്കെയാണ് മെയിൻലി എൻഡറോഹെപ്പാറ്റിക് സർക്കുലേഷൻ കാണിക്കുന്ന ഡ്രഗ്സ്. ഓക്കെ, അവസാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റീനൽ ക്ലിയറൻസ് ആണ്. അപ്പൊ നമുക്കിത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് മോളിക്കുലർ സൈസ്. മോളിക്കുലർ സൈസിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഇപ്പം പറഞ്ഞല്ലേ ഉള്ളൂ, എന്താണ് 500 ഡാൾട്ടന്റെ എബവ് ആണെങ്കിൽ ബൈൽ വഴിയായിരിക്കും എക്സ്ക്രീറ്റ് ചെയ്യുക. ബിലോ 300 ഡാൾട്ടൻ ആണെങ്കിൽ ത്രൂ യൂറിൻ ആയിരിക്കും ആൻഡ് ബിറ്റ്വീൻ 300 to 500 ഡാൾട്ടൻ ആണെങ്കിൽ ബോത്ത് യൂറിൻ ആൻഡ് ബൈലിലൂടെയും എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ മോളിക്കുലർ സൈസിന്റെ കേസിൽ അതാണ് നോക്കാനുള്ളത്. സെക്കൻഡ് വൺ ഇസ് പ്ലാസ്മ കോൺസെൻട്രേഷൻ ഓഫ് ദി ഡ്രഗ്. അപ്പൊ ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചിരിക്കില്ലേ നമുക്ക് ഗ്ലോമറുലാർ ഫിൽട്രേഷനും സെക്രീഷനും ഒക്കെ നടക്കുക. ഡ്രഗ് എത്ര കോൺസെൻട്രേഷൻ ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ. അതാണ് സെക്കൻഡ് വൺ. Then distribution and binding of the drug.
ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ബൈൻഡിങ് ഓഫ് ദി ഡ്രഗ്. ഇപ്പൊ നമ്മൾ ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കില്ലേ? നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെ ഒന്ന് ചിന്തിക്കാം. ഡിസ്ട്രിബ്യൂഷൻ കൂടി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല അല്ലെ? ഫുൾ പരന്നുപോയി. അപ്പൊ നമുക്ക് ഒഴിവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഉണ്ടാവുക? അതാണ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി അടുത്തത് ബൈൻഡിങ് ഓഫ് ഡ്രഗ്. ഡ്രഗ് പ്രോട്ടീനിലേക്ക് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ എടുത്ത് മാറ്റാൻ ഭയങ്കര പാടായിരിക്കും അല്ലെ? അപ്പൊ അത് ആലോചിക്കാം. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒന്നായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോയി, അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ ഭയങ്കര പാടാണ്. അതേപോലെ വേറെ ഒന്നായിട്ട് ഒട്ടിപ്പോയി, ബൈൻഡ് ചെയ്തു പോയി, അപ്പോൾ അപ്പോഴും നമുക്ക് എന്താണ്, ഒഴിവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി അടുത്തത് യൂറിൻ pH ഒരു ഫാക്ടറാണ്. ഓക്കെ, അടുത്ത ബ്ലഡ് ഫ്ലോ ടു കിഡ്നി. കിഡ്നിയിലേക്കുള്ള ബ്ലഡിന്റെ ഫ്ലോ, എത്രത്തോളം ബ്ലഡ് ഫ്ലോ ഉണ്ടോ അത്രത്തോളം ആയിരിക്കുമല്ലോ നമുക്ക് ക്ലിയറൻസ് എന്ന് പറയാം അല്ലെ? എത്ര ബ്ലഡ് ഫ്ലോ ഉണ്ട് എന്നുള്ളത്. ഇനി അടുത്ത ബയോളജിക്കൽ ഫാക്ടേഴ്സ്. സോ ബയോളജിക്കൽ ഫാക്ടേഴ്സ് പറയുകയാണെങ്കിൽ ഫീമെയിലിന്റെ കേസിൽ 10% കുറവായിരിക്കും ക്ലിയറൻസ്. ഓക്കെ, മെയിലിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 10% കുറവായിരിക്കും. ഇനിയിപ്പോ നമ്മൾ ഇൻഫന്റ്സിനൊക്കെ നോക്കുകയാണെങ്കിൽ 30 to 40% കുറവായിരിക്കും റീനൽ ഫംഗ്ഷൻ ഒരു നോർമൽ ആയിട്ടുള്ള പേഴ്സണിനെ വെച്ച് നോക്കും. അതാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ പറയാനുള്ളത്. അടുത്തത് ഡ്രഗ് ഇന്ററാക്ഷൻ. സോ അതിൽ വരുന്നതാണ് ഓൾട്രേഷൻ പ്രോട്ടീൻ ഡ്രഗ് ബൈൻഡിങ്. ഇപ്പൊ ഒരു ഡ്രഗ്, ഈ ഡ്രഗ് ഈ ഒരു പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബൈൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ്, റീനൽ എക്സ്ക്രീഷൻ കുറവായിരിക്കും അല്ലെ? നമ്മൾ അവിടെ പറഞ്ഞു അല്ലെ, ബൈൻഡിങ് ഓഫ് ദി ഡ്രഗ്, ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് റിമൂവ് ചെയ്ത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ പ്രോട്ടീൻ ആയിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി ഇൻ ദ കേസ് നമ്മൾ വേറെ ഡ്രഗ് കൊടുത്തിട്ടുണ്ട്, വേറെ ഏതോ ഡ്രഗ് കൊടുത്തിട്ടുണ്ട്, ഈ ഡ്രഗ് ഇതിനെ ഡിസ്പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇത് റിമൂവ് ചെയ്യൂലേ? അങ്ങനെയാണെങ്കിൽ അവിടെ എക്സ്ക്രീഷൻ നടക്കും. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ജെന്റാമൈസിൻ ഇൻഡ്യൂസ് നെഫ്രോടോക്സിസിറ്റി ഇൻ ഫ്യൂറസിമൈഡ്. ഓക്കെ, ഇനി അടുത്തത് ഓൾട്രേഷൻ യൂറിൻ pH. അതിൽ വരുന്നതാണ് അസിഡിഫിക്കേഷൻ വിത്ത് അമോണിയം ക്ലോറൈഡ്. ഓക്കെ, അമോണിയം ക്ലോറൈഡ് വെച്ചിട്ട് നമ്മൾ അസിഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് ഡ്രഗിന്റെ ഒക്കെ എക്സ്ക്രീഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് നെക്സ്റ്റ് പോയിന്റ്. ഇനി നമുക്ക് ഈ ഒരു ടേബിളും കൂടെ നോക്കാനുണ്ട്. റീനൽ റൂട്ടിലും നോൺ റീനൽ റൂട്ടിലും എങ്ങനെയാണ് മെക്കാനിസം വരുന്നത്, എന്തൊക്കെയാണ് ഡ്രഗ് ആണ് എക്സ്ക്രീറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഒരു ഷോർട്ട് ആക്കി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും നോക്കേണ്ട കാര്യമാണ് അല്ലെ? കാരണം ഇവിടെ നമുക്ക് മെക്കാനിസം എന്തൊക്കെ, ഇപ്പൊ ലെങ്സിൽ ഏതാണ് മെക്കാനിസം, സെലൈവിൽ എന്താണ് മെക്കാനിസം, ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തായാലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഭാഗത്തത്. അപ്പൊ അതുകൊണ്ട് ഇത് എന്തായാലും പഠിക്കാം, ഈ ടേബിള് എന്തായാലും നോക്കി വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് യൂറിൻ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, ഗ്ലോമറുലർ ഫിൽട്രേഷൻ ഉണ്ട്, ആക്റ്റീവ് ട്യൂബുലർ സെക്രീഷൻ ഉണ്ട്, ട്യൂബുലർ റീഅബ്സോർപ്ഷൻ വരുന്നുണ്ട്. ഇനി ഡ്രഗ് എക്സ്ക്രീറ്റർ ഏതൊക്കെയാണ്, ഫ്രീ, ഹൈഡ്രോഫിലിക്, അൺചേഞ്ച്ഡ് ഡ്രഗ് ആൻഡ് മെറ്റബോളൈറ്റ് ഓഫ് മോളിക്കുലർ വെയിറ്റ് ലെസ് ദാൻ 500 ആണ്. ഓക്കെ, ഇനി ബൈലാണെങ്കിൽ ആക്റ്റീവ് സെക്രീഷൻ, then hydrophilic unchanged drug, metabolite conjugate of molecular weight more than 500. ഇത് നമ്മൾ ബൈലിന്റെ കേസിൽ പറഞ്ഞല്ലോ അല്ലെ? ഇനി ലെങ്സ് ആണെങ്കിൽ പാസീവ് ഡിഫ്യൂഷൻ ആണ്, ഗേഷ്യസ്, വോളറ്റൈൽ, ബ്ലഡ് ആൻഡ് ടിഷ്യൂ ഇൻസോൾബിൾ ഡ്രഗ്സ് ആണ് മെയിൻലി എക്സ്ക്രീറ്റ് ചെയ്യുക. ഇനി സെലൈവന്റെ കേസിലും മിൽക്കിന്റെ കേസിലും സ്വെറ്റിന്റെ കേസിലും പാസീവ് ഡിഫ്യൂഷൻ തന്നെയാണ് വരുന്നത്. ആൻഡ് ഡ്രഗ്സ് വരുന്നത് ഫ്രീ അൺഅയനൈസ്ഡ് ലിപ്പോഫിലിക് ഡ്രഗ് ആണ് മെയിൻലി ഈ റൂട്ടിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യാം. ഇനി അടുത്തത് ഇന്റസ്റ്റൈൻ ആണെങ്കിലും എന്താണ്, പാസീവ് ഡിഫ്യൂഷൻ തന്നെയാണ്, വാട്ടർ സോല്യൂബിൾ അല്ലെങ്കിൽ അയണൈസ്ഡ് ഡ്രഗ് ആണ് മെയിൻലി എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ടേബിൾ എന്തായാലും നോക്കി വെക്കാം. ഞാൻ ജസ്റ്റ് പറയാൻ വിട്ടൊരു കാര്യമുണ്ട്, അതായത് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി നെഫ്രോൺ. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ഞാൻ പറയാൻ വിട്ടുപോയി, അതുകൊണ്ട് ലാസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി ആണ് നെഫ്രോൺ. അപ്പൊ നെഫ്രോൺ ഡയഗ്രാം ആയിരുന്നു നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. ആക്ച്വലി ഞാൻ ആ വേർഡ് പറയാൻ വിട്ടുപോയി, സോ അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി നെഫ്രോൺ ആണ്. നെഫ്രോൺ ഡയഗ്രാം അല്ലേ നമ്മൾ നേരത്തെ വരച്ചത്, എന്തൊക്കെയാ, ഗ്ലോമർലെസ്, PCT, പ്രോക്സിമൽ കൺവലേറ്റഡ് ട്യൂബ്യുലർ, DCT, ഹെൻലി ലൂപ്പ്, അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ ഫസ്റ്റ് തന്നെ. അപ്പോൾ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നെഫ്രോൺ ആണ് എന്നൊന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് പാരാ അമിനോ ഹിപ്യൂറേറ്റ് ഇസ് യൂസ്ഡ് ടു മെഷർ റീനൽ പ്ലാസ്മ ഫ്ലോ. ഓക്കെ, റീനൽ പ്ലാസ്മ ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പാരാ അമിനോ ഹിപ്യൂറേറ്റ്. ഈ MCQസിൽ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്, സോ അതുകൊണ്ട് ഇത് ഒന്ന് ഓർത്ത് വെക്കാം. ഇന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമ്മൾ ബയോ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞു, പിന്നെ നമ്മൾ എക്സ്ക്രീഷൻ പറഞ്ഞു. എക്സ്ക്രീഷനിൽ നമ്മൾ 2 റൂട്ട് പറഞ്ഞു. എന്തൊക്കെയാണ്, റീനൽ റൂട്ട് പറഞ്ഞു, നോൺ റീനൽ റൂട്ട് പറഞ്ഞു അല്ലെ? അപ്പം റീനൽ റൂട്ട്, നോൺ റീനൽ റൂട്ടിന്റെ എന്തൊക്കെയാണ് മെക്കാനിസം എന്നുള്ള കാര്യങ്ങൾ എന്തായാലും നോക്കി വെക്കാം. പിന്നെ നമ്മൾ എങ്ങനെയാണ് റീനൽ ഫെയിലിയർ ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞു. എൻഡ്രോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ പറഞ്ഞു, ഹെപ്പാറ്റിക് ക്ലിയറൻസ് പറഞ്ഞു, ബിലിയറി ക്ലിയറൻസ്, ഇതൊക്കെ പറഞ്ഞു അല്ലെ? എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.